ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഫസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഓൾറെഡി ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. സോഫ്റ്റ്വെയർ കൺസെപ്റ്റ്സ്. നമുക്കറിയാം സോഫ്റ്റ്വെയർ എന്നുള്ള വേർഡൊക്കെ ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ഹാർഡ്വെയർ ഡിവൈസസ്, ദ ഹാർഡ്വെയർ ഡിവൈസ് നീഡ് യൂസർ ഇൻസ്ട്രക്ഷൻസ് ടു ഫങ്ഷൻ. അതായത് നമ്മുടെ ഏതൊരു ഹാർഡ്വെയർ ഡിവൈസിനും എന്താണ് യൂസറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൂടാതെ അതിന് വർക്ക് ചെയ്യാൻ സാധ്യമല്ല അല്ലേ. നമ്മൾ യൂസർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചാണ് എല്ലാ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് അല്ലെങ്കിൽ അതർ ഡിവൈസസ് വർക്ക് ചെയ്യുന്നത് അല്ലേ. സോ എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് അച്ചീവ് എ സിംഗിൾ ഔട്ട്കം ആർ കോൾഡ് പ്രോഗ്രാം ഓർ പ്രൊസീജിയർ. അപ്പം എന്താണ് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഒരു സിംഗിൾ ഔട്ട്കം അതിൽ നിന്നൊരു പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് പറയും. മെനി പ്രോഗ്രാംസ് ഫങ്ഷനിങ് ടുഗദർ ടു ഡു എ ടാസ്ക് മേക്ക് എ സോഫ്റ്റ്വെയർ. അതായത് ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടാസ്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗെയിമിംഗ് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ആ ഗെയിമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഫങ്ഷനിങ് അതിൽ തന്നെ ഉണ്ടായിരിക്കും അല്ലേ. ഒരു ഗെയിം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരുപാട് ഫങ്ഷനിങ് തന്നെ സെപ്പറേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ മെനി പ്രോഗ്രാംസ് ഫങ്ഷനിങ് ടുഗദർ ടു ഡു എ ടാസ്ക് മേക്ക് എ സോഫ്റ്റ്വെയർ. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസിനെ ഫങ്ഷൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രോഗ്രാമിനെ മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ നമ്മുടെ സാധാ എക്സൽ, വേർഡ് ഇതൊക്കെ ഓരോ സോഫ്റ്റ്വെയർസാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ഒരു ഡോക്യുമെൻ്റ് അത് സേവ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ടാസ്കുകൾ അത് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസാണ്, ഓരോന്നിനും സെപ്പറേറ്റ് പ്രോഗ്രാംസാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഫങ്ഷൻ ചെയ്തിട്ടാണ് ആ ഒരു സോഫ്റ്റ്വെയർ നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ. സോ എ വെബ് ബ്രൗസർ എനേബിൾസ്. അടുത്തൊരു എക്സാമ്പിളാണ് പറയുന്നത്. വെബ് ബ്രൗസർ അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ്. വെബ് പേജസ് ഷെയർ ചെയ്യാൻ, അതുപോലെ തന്നെ യൂസറിന് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മൾട്ടിമീഡിയ ഫയൽസൊക്കെ ഷെയർ ചെയ്യാൻ, വ്യൂ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ വെബ് ബ്രൗസർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു സോഫ്റ്റ്വെയർസാണ്. ഓക്കെ, സോ നമുക്ക് സോഫ്റ്റ്വെയർസിനെ മെയിനായിട്ട് 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. First one is system software, second one is application software, and third one is utility software. Okay, അപ്പോൾ നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ് നമ്മുടെ വിൻഡോസ്, ലിനക്സ്, ഉബുണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ് MS വേർഡ്, ഫോട്ടോഷോപ്പ്. ആ ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം MS വേർഡ്, ഫോട്ടോഷോപ്പ്. ഇതൊക്കെ ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിനെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിൻ്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസൊക്കെ. ഓക്കെ, കാസ്പെർസ്കി അങ്ങനെ മറ്റുള്ള സോഫ്റ്റ്വെയർസൊക്കെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ്. ദെൻ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർസിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ ഒരു കാറ്റഗറിയാണ്. അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രോസസ്സറും ഡിവൈസ് ഡ്രൈവറും. ഓക്കെ, അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ഇനി നമ്മൾ ഇതിൽ ഫസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഹാർഡ്വെയർ പാർട്സ്, അതുപോലെ തന്നെ ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനൊക്കെ അത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർസ് വേണം. ഓക്കെ, അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് യൂസർ ആപ്ലിക്കേഷൻസ്. നമ്മുടെ യൂസറും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ളൊരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്.
An interface is needed because hardware devices or machines and humans speak in different languages. അതായത് നമുക്കിപ്പോൾ കമ്പ്യൂട്ടറായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഇടയിൽ ഒരു മീഡിയം അല്ലെങ്കിൽ മീഡിയറി ആക്ട് ചെയ്യണം. അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അത് നമ്മൾ പറയുന്ന ലാംഗ്വേജ് നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നില്ല. ആ സമയത്ത് നമ്മളുടെ ലാംഗ്വേജസിനെ കമ്പ്യൂട്ടറിൻ്റെ രീതിയിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരാളാണ് എന്ത് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. ഓക്കെ, നമ്മുടെ മെഷീൻസിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിന് ഓൺലി നമ്മുടെ എന്താണ് ബൈനറി ലാംഗ്വേജസ് ആയിട്ടുള്ള 1, 0 എന്നുള്ള നമ്പേഴ്സ് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്കെന്താ ഹ്യൂമൺ എന്തൊക്കെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, തമിഴ്, ഒരുപാട് ലാംഗ്വേജസ് എന്താണ് നമ്മൾ മനുഷ്യന്മാർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡിവൈസസിന് കമ്പ്യൂട്ടേഴ്സിനൊക്കെ ഇതെല്ലാം ഒരു ഇലക്ട്രിക് സിഗ്നൽസ് രീതിയിലാണ് അവർ മനസ്സിലാക്കുന്നത്. അതായത് 0യും 1ഉം. 0 എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് സിഗ്നൽ അവിടെ ഉണ്ടായിരിക്കില്ല 0 എന്നുള്ള സമയത്ത്. 1 എന്നുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു 1നെയും 0നെയും ബേസ് ചെയ്തിട്ടാണ് അവർ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. ഓക്കെ, ദെൻ software is required to convert all human instructions to machine understandable instructions. സോ നമ്മൾ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മുടെ ഹ്യൂമൻ ഇൻസ്ട്രക്ഷൻസിനൊക്കെ മെഷീൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then and this is exactly what system software does based on its function. അതായത് നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ് അതിന് എന്ത് ഫങ്ഷനാണ് ബേസ് ചെയ്തതെന്ന് വെച്ചിട്ട് അതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെക്കൻഡ് വൺ ലാംഗ്വേജ് പ്രോസസ്സർ, തേർഡ് വൺ ഡിവൈസ് ഡ്രൈവേഴ്സ്. ഓക്കെ, അങ്ങനെ ഈ 3 രീതിയിലാണ് ബേസ്ഡ് ഓൺ ദി ഫങ്ഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ ഇത് ഫസ്റ്റ് വണ്ണാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ഒരു ഇൻ്റർമീഡിയറി ആണ് ബിറ്റ്വീൻ ദ ഹ്യൂമൻ ആൻഡ് ദ സിസ്റ്റം ഹാർഡ്വെയർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ യൂസറും തമ്മിലുള്ള ഇടയിലുള്ളൊരു ഇൻ്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, then OS is the first software to be loaded into the computer memory when the computer is switched on, and this is called a booting. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കിയതിൻ്റെ ശേഷം ഈ ഒരു സോഫ്റ്റ്വെയർ OS, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വിൻഡോസോ ലിനക്സോ എന്തെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ OS ഇല്ലാതെ നമുക്കൊരു സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ OS ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാനെടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, alright, then OS manages a computer's basic functions like storing data in memory, retrieving files from storage device, scheduling tasks based on priority. സോ നമ്മുടെ ഈ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്, ബേസിക്കായിട്ട് സ്റ്റോറിങ് ഡാറ്റ ഇൻ മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ആ സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് ഫയൽസൊക്കെ റിട്രീവ് ചെയ്തെടുക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ടാസ്കുകളുണ്ടാവും, അതിനെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഏത് ടാസ്ക് ആദ്യം ചെയ്യണം എന്നുള്ളൊരു പ്രയോറിറ്റി ഷെഡ്യൂൾ ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.